എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലെ ലെറ്റസ് അസസ് ചെയ്യായിരുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ ലെറ്റസ് അസസ് ചെയ്യുന്നതിനും വീഡിയോ കാണുന്നതിന് മുമ്പ് ഇവിടെ വീഡിയോ പോസ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും സ്വയം അറ്റംപ്റ്റ് ചെയ്യുക, എന്നിട്ട് ഉത്തരങ്ങൾ എഴുതി വെക്കുക, എന്നിട്ട് വീഡിയോ കണ്ടിട്ട് കറക്റ്റ് ചെയ്യുക. അതാണ് രീതി. അതിനുശേഷം അത് ചെയ്ത് പഠിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ ചെയ്തു. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക്, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. How will you determine the polarity when current is passed through a solenoid? ഒരു സോളിനോയിഡിന്റെ അഗ്രങ്ങളിൽ ഉണ്ടാകുന്ന കാന്തിക ധ്രുവം എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നാണ് ചോദ്യം. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കൃത്യമായിട്ടുള്ള ഉത്തരം ഉണ്ട്, ടെക്സ്റ്റിലുണ്ട്. അപ്രദക്ഷിണ ദിശയിലാണ് സോളിനോയിഡ് നമ്മുടെ അഭിമുഖമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ അപ്രദക്ഷിണം, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോളും, ക്ലോക്ക് വൈസ് ആണെങ്കിലും സൗത്ത് പോളും ആണ് എന്നുള്ള ഉത്തരം കൃത്യമായിട്ട് ടെക്സ്റ്റിലുണ്ട്. അപ്പൊ ടെക്സ്റ്റിൽ നിന്നും ഉത്തരം കണ്ടെത്തി എഴുതാം. What do you guess about the deflection of the suggest methods for increasing the strength of the magnetic field around a current carrying solenoid? ഒരു സോളിനോയിഡിന് ചുറ്റും ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നുള്ള മാർഗങ്ങൾ എഴുതുക. അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിന്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗം നമ്മൾ 8ൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എന്താ, അത് നമ്പർ ഓഫ് ടേൺസ്. ഏതൊക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്. പിന്നെ അതിനുശേഷം ഇൻക്രീസ് ദ ഇന്റൻസിറ്റി ഓഫ് കറന്റ്, കറന്റിന്റെ തീവ്രത, വൈദ്യുത പ്രവാഹ തീവ്രത വർദ്ധിപ്പിക്കുക, ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അടുത്തതായിട്ടോ ഇൻക്രീസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സോഫ്റ്റ് അയൺ കോർ. അതിന്റെ ഉള്ളിൽ നമ്മൾ വയ്ക്കുന്ന പച്ചിരുമ്പ് കോറിന്റെ ഛേദതല വിസ്തീർണം വർദ്ധിപ്പിക്കുക. 3 കാര്യങ്ങളാണ്. വൈദ്യുത പ്രവാഹ തീവ്രത വർദ്ധിപ്പിക്കുക, ഇന്റൻസിറ്റി ഓഫ് കറന്റ്, ഇൻക്രീസ് ദ ഇന്റൻസിറ്റി ഓഫ് കറന്റ്, പിന്നെയോ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഛേദതല വിസ്തീർണം, പച്ചിരുമ്പ് കോറിന്റെ ഛേദതല വിസ്തീർണം വർദ്ധിപ്പിക്കുക, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തില് ഒരു കമ്പിച്ചുരുള്, ഒരു കോയിൽ തന്നിട്ടുണ്ട്. ആ കോയിലിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എയിൽ നിന്നും ബിയിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ത്രൂ ഇറ്റ് എന്നാണ് ആദ്യത്തെ ചോദ്യം. എയിൽ നിന്നും ബിയിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ എന്താണ്? അപ്പൊ നമുക്കറിയാം, ഇലക്ട്രോണിന്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറന്റിന്റെ ഫ്ലോ. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇലക്ട്രോൺ എങ്ങടാണോ ഒഴുകുന്നത് അതിന്റെ വിപരീത ദിശയിലാണ് കറന്റ് ഫ്ലോ. അത് സത്യത്തിൽ ചരിത്രപരമായ ഒരു വിഡ്ഢിത്തരമാണ് എന്ന് പറയാം. കാരണം വൈദ്യുതി കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇലക്ട്രോൺ ആറ്റോമിക് സ്ട്രക്ചർ, ആറ്റത്തിന്റെ ഘടന കണ്ടെത്തുന്നതും ആറ്റത്തിന്റെ ഉള്ളില് ഇലക്ട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയ ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുന്നതും ഒക്കെ. അപ്പോൾ വൈദ്യുതി കണ്ടുപിടിച്ച സമയത്ത് ആ കാലഘട്ടത്തിലെ ധാരണ പോസിറ്റീവ് ചാർജുകളുടെ പ്രവാഹമാണ് വൈദ്യുത പ്രവാഹം എന്നായിരുന്നു. അപ്പൊ പോസിറ്റീവ് ചാർജ് എപ്പോഴും ചലിക്കുക എവിടേക്കാണ്? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. പോസിറ്റീവ് ചാർജ് എപ്പോഴും ചലിക്കുക പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. കാരണം പോസിറ്റീവ് പൊട്ടൻഷ്യലുള്ള ഭാഗം പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യും, വികർഷിക്കും. നെഗറ്റീവ് ചാർജുള്ള ഭാഗം അട്രാക്ട് ചെയ്യും. അപ്പൊ പോസിറ്റീവ് ചാർജ് എപ്പോഴും ചലിക്കുക പോസിറ്റീവിൽ നിന്നും, ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. പോസിറ്റീവ് ചാർജുള്ള ആളാണ് ചലിക്കണേ എന്നുണ്ടെങ്കിൽ. അപ്പൊ ആദ്യകാലത്ത് ധാരണ പോസിറ്റീവ് ചാർജുള്ള ആളാണ് ചലിക്കുന്നത് എന്നായിരുന്നു ധാരണ. സ്വാഭാവികമായിട്ടും വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ അപ്പൊ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് എന്നുള്ള നിയമം ലോകം മുഴുവൻ സ്വീകരിച്ചു. സെല്ലിന്റെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക്. പിന്നീടാണ് ആറ്റത്തിന്റെ ഘടന കണ്ടുപിടിക്കുന്നതും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ ആറ്റത്തിന്റെ ഉള്ളില് സ്ഥിരമായി അനങ്ങാതെ ചലന സ്വാതന്ത്ര്യമില്ലാതെ നിൽക്കുകയുമാണ് എന്ന് മനസ്സിലാക്കിയത്. ചലന സ്വാതന്ത്ര്യമുള്ള ഇലക്ട്രോൺ ആണ് ചലിക്കുന്നത് എന്ന് ശാസ്ത്ര ലോകം മനസ്സിലാക്കി. ഇലക്ട്രോണുകൾ ചലിക്കുക എപ്പോഴും നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ്. കാരണം ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. സ്വാഭാവികമായിട്ടും നെഗറ്റീവ് പൊട്ടൻഷ്യലുള്ള ഭാഗം ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്യും, വികർഷിക്കും എന്ന് പറയാം. പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലുള്ള ഭാഗം അതിനെ അട്രാക്ട് ചെയ്യും എന്ന് പറയാം. അപ്പൊ ഇലക്ട്രോൺ ഫ്ലോ സ്വാഭാവികമായിട്ടും നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ്. അപ്പോ അത് മനസ്സിലാക്കി എന്നുണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ വൈദ്യുത പ്രവാഹ ദിശ
പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് എന്ന് സ്വീകരിച്ചുകൊണ്ട് നിരവധി സർക്യൂട്ട് ലോസും ഒക്കെ ഉണ്ടായി കഴിഞ്ഞിരുന്നു. അതിനാൽ ശാസ്ത്രലോകം എന്ത് ചെയ്തു? വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ, കറന്റിന്റെ ദിശ എപ്പോഴും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് എന്നുള്ള നിയമം സ്വീകരിച്ചു. ഇലക്ട്രോൺ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് ഒഴുകുമ്പോൾ കറന്റ് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ഒഴുകുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇലക്ട്രോൺ കിഴക്കോട്ടാണ് പോണേ എന്നുണ്ടെങ്കിൽ കറന്റ് പടിഞ്ഞാട്ടാണ്, നേരെ വിപരീത ദിശയിലാണ്. അത് വിഷയമല്ല, കാരണം കറന്റ് ഒരു സ്കാലർ ക്വാണ്ടിറ്റിയാണ്, അതിന് ദിശ ഗൗരവം ഇല്ല. എങ്കിലും സർക്യൂട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിന്റെ ദിശയും പരിഗണിക്കേണ്ടി വരും. അതിനാൽ നമ്മൾ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് വൈദ്യുത പ്രവാഹ ദിശ. ഇലക്ട്രോൺ ഒഴുകുന്നത് സത്യത്തിൽ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ്. അതിനാൽ ഇവിടത്തെ ചോദ്യം കറന്റിന്റെ ദിശ എയിൽ നിന്നും ബിയിലേക്കാണ്. അതിനാൽ വൈദ്യുത പ്രവാഹ ദിശ ഇലക്ട്രോണിന്റെ പ്രവാഹ ദിശ എവിടേക്കായിരിക്കും? ബിയിൽ നിന്നും എയിലേക്ക്. ഫ്രം ബി ടു എ, വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ ത്രൂ ഇറ്റ്? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഫ്രം ബി ടു എ, ബിയിൽ നിന്നും എയിലേക്ക്. ഇനി can you find out the direction of the magnetic field around the conductor AB? State the rule that substantiate this. നമ്മുടെ വലത് തള്ളവിരൽ നിയമം ഉപയോഗിച്ച് ഇവിടെ ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ നമുക്ക് കാണാൻ പറ്റും. കറന്റ് ഫ്ലോ എയിൽ നിന്ന് ബിയിലേക്കാണ്. ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കറന്റ് ഫ്ലോയുടെ ഡയറക്ഷനിൽ തള്ളവിരൽ വരുന്ന രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കാന്തിക മണ്ഡലം ഇങ്ങനെയാണ്. അതായത് കോയിലിന്റെ ഉള്ളിലേക്ക് പോകണം. ഇനി ഇവിടെ എത്തുന്ന സമയത്തും അതേ കാന്തിക മണ്ഡലത്തിന്റെ ദിശ എങ്ങനെയായിരിക്കും? കോയിലിന്റെ പുറത്തു നിന്നും വന്ന് കോയിലിന്റെ ഉള്ളിലേക്ക് പോകണം. അതായത് ഇങ്ങനെ. അപ്പോ ഉത്തരം നമുക്ക് എന്തെഴുതാം? The magnetic field produced will be in the direction of the the magnetic field appear to move away from us into the coil. The magnetic field appear to move away from us into the coil. കാന്തിക ബലരേഖകൾ എന്ത് സംഭവിക്കുന്നു? നമ്മളിൽ നിന്നും അകന്ന് കോയിലിന്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കുന്നു. ഈ നിയമം ഏതാ? റൈറ്റ് ഹാൻഡ് തംബ് റൂൾ, വലത് തള്ളവിരൽ നിയമം എഴുതിയാൽ മതി. ടെക്സ്റ്റിൽ കൃത്യമായിട്ടുണ്ട്, എഴുതി വെക്കുക. ഇനി എക്സ്പ്ലെയിൻ ഹൗ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ കോയിൽ. അത് തന്നെയാണ്, വലത് കൈ നിയമം തന്നെയാണ്. അത് നമ്മളപ്പോൾ വീണ്ടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ദ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എ ബി ഈസ് ഡെപിക്റ്റഡ്. അപ്പൊ നേരെ വിപരീതമാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ചേക്കുന്നത് കറന്റിന്റെ ദിശ അറിഞ്ഞാൽ, കറന്റിന്റെ ഡയറക്ഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിയാനുള്ള നിയമമാണ് പഠിച്ചേക്കുന്നത്. അത് നേരെ വിപരീതം ചോദിച്ചു. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തന്നിരിക്കുന്നു, കറന്റിന്റെ ദിശ അറിയണം. ഏത് ഉപയോഗിച്ചിട്ട്? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ച് കണ്ടെത്തണം. അപ്പോ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ അനുസരിച്ച് കണ്ടെത്തുമ്പോൾ റൈറ്റ് ഹാൻഡ് വലത്തോട്ട്, സ്ക്രൂ വലത്തോട്ട് തിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ദിശ എങ്ങടാണോ ആ ദിശയിൽ സ്ക്രൂ വലതുവശം വരുന്ന രീതിയിൽ തിരിക്കണം. അപ്പോ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്ക്രൂ തിരിച്ചു കയറ്റുകയാണെങ്കിൽ ഇവിടെ നിന്ന് തിരിക്കുന്ന സമയത്ത് എന്റെ വലത്തോട്ട് തിരിക്കുമ്പോഴാണ്, എന്റെ വലത്തോട്ട് തിരിച്ചാൽ ആ വലത്തോട്ടുള്ള ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ്. അപ്പോ ഇവിടെ നിന്ന് വലത്തോട്ട് തിരിക്കണം. അപ്പൊ വലത്തോട്ട് തിരിച്ചാൽ സ്ക്രൂ മുന്നിലേക്ക് മുറുകി കയറും. അതിനാൽ സ്ക്രൂ സഞ്ചരിക്കുന്ന ദിശയിലായിരിക്കും കറന്റിന്റെ ദിശ, വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ. അതിനാൽ എങ്ങനെയായിരിക്കും? ബിയിൽ നിന്നും എയിലേക്ക്. ടെക്സ്റ്റിലെ ചിത്രം വ്യക്തമാണ്. ഈ രീതിയിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടും. അപ്പോൾ വൈദ്യുത പ്രവാഹ ദിശ ബിയിൽ നിന്നും എയിലേക്ക്. നമുക്ക് അടുത്ത ചോദ്യം, അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്, ആ നിയമവും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇലക്ട്രിസിറ്റി ഫ്ലോസ് ത്രൂ എ വെരി ലോങ് സോളിനോയിഡ്. വലിയ ഒരു സോളിനോയിഡിൽ കൂടെ വൈദ്യുതി ഒഴുകുകയാണ്. Some statements are given below related to the magnitude of the magnetic field developed. Find out the correct ones and write them down. അപ്പോ ഒരു സോളിനോയിഡിൽ കൂടെ വൈദ്യുതി ഒഴുകുന്ന സമയത്ത് അതിന്റെ ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെന്റുകളാണ്. എന്താണ്?
കാന്തിക മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഇറ്റ് ഈസ് സീറോ, തെറ്റാണ്. പിന്നെയോ ഇറ്റ് വിൽ ബി സെയിം അറ്റ് ഓൾ പോയിന്റ്സ്. ഒരു സോളിനോയിഡിൽ കൂടെ വൈദ്യുതി ഒഴുകി കഴിഞ്ഞാൽ അതിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലം അതിന്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെയായിരിക്കും, ഒരുപോലെ ആയിരിക്കും. ഇറ്റ് വിൽ ബി സെയിം അറ്റ് ഓൾ പോയിന്റ്സ്, തുല്യമായിരിക്കും, എല്ലാ ബിന്ദുക്കളിലും തുല്യമായിരിക്കും എന്നുള്ളതാണ് ഉത്തരം ബി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യത്തിൽ എന്താ തന്നേക്കണേ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങടാണ്, കാന്തിക മണ്ഡലത്തിന്റെ ദിശ ഇങ്ങടാണ്. ഇലക്ട്രോൺ ഒഴുകുന്നത് താഴേക്കാണ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്, അതിലൊരു പ്രസ്താവന തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അത് ശരിയാണോ എന്നാണ് ചോദിച്ചത്. എന്താ അത് സ്റ്റേറ്റ്മെന്റ്? ദ ഫോഴ്സ് ഫെൽറ്റ് ബൈ ദ ഇലക്ട്രോൺസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഇവിടെ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ അല്ല, ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് അത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ശരിയാകൂ. അപ്പൊ നമുക്ക് ഏത് നിയമം ഉപയോഗിക്കണം? ഫോഴ്സ് കണ്ടെത്താനുള്ളതാണ്. അപ്പൊ ഇടത് കൈ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണം. ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ നമ്മൾ ആദ്യം ഫീൽഡിന്റെ ഡയറക്ഷനിൽ പിടിച്ചു. അടുത്തത് ഈ ഫിംഗർ ഏതിന്റെ ഡയറക്ഷനിലാവണം? കറന്റിന്റെ ഡയറക്ഷനിലാവണം. കറന്റിന്റെ ഡയറക്ഷൻ അല്ല തന്നേക്കുന്നത്, ഇലക്ട്രോൺ ഫ്ലോയുടെ ഡയറക്ഷൻ ആണ് തന്നേക്കുന്നത്. ഇലക്ട്രോൺ ഫ്ലോ താഴേക്കാണ്, ഇലക്ട്രോണുകൾ ഒഴുകുന്നത് താഴേക്കാണ്. വൈദ്യുതി അപ്പൊ എവിടേക്ക് ഒഴുകുക? മുകളിലേക്ക്. അപ്പൊ വിരലുകൾ ഇങ്ങനെ വെച്ചു. മൂന്നാമത്തെ വിരല് തമ്പെങ്കട അങ്കടാണ്. അപ്പൊ എന്താ? ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഈ കേസിൽ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്, നിങ്ങളുടെ കേസിൽ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. കടലാസിന്റെ തലത്തിനുള്ളിലേക്ക്, പേപ്പറിന്റെ തലത്തിന് ഉള്ളിലേക്ക്. അതാണ് മലയാള മീഡിയംകാരുടെ ഉത്തരം. അടുത്തത്, in an experiment to know the intensity of magnetic field around the current carrying coil, why is the coil kept in the north-south direction? In an experiment to know the intensity of the magnetic field, ഒരു കമ്പിച്ചുരുളിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ശക്തി, തീവ്രത മനസ്സിലാക്കുന്നതിന് കോയില് എങ്ങനെ വെക്കണം എന്ന് പറയുന്നത്? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വെക്കണം. അപ്പോ കാന്തിക മണ്ഡലത്തിന്റെ ശക്തി നമ്മൾ കണ്ടെത്തുക ഏതാ? കോമ്പസ് അല്ലെങ്കിൽ കാന്തസൂചി, മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിച്ചിട്ടാണ്. ഈ ചാപ്റ്ററിൽ തന്നെ അതിന്റെ ഒരു പരീക്ഷണം വരുന്നുണ്ട്, നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ കാന്തസൂചി സാധാരണ നമ്മൾ എങ്ങനെയാ വെക്കുക? അപ്പൊ ഇവിടെ ഇത് വടക്കും ഇത് തെക്കുമാണ്, വടക്ക്. അപ്പൊ കാന്തസൂചി എങ്ങനെ ഇരിക്കുക? തെക്ക് വടക്കായിട്ടാണ് ഇരിക്കുക. ഈ കാന്തസൂചിക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇതേ ദിശയിൽ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഇതേ ദിശയിൽ തന്നെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടായിട്ട് കാര്യമില്ല. നേരെ മറിച്ച് ഇങ്ങനെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടായാലോ ആ കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം മൂലം ആ സൂചി ഒന്നില്ലെങ്കിൽ ആകർഷണത്തിനോ വികർഷണത്തിനോ വിധേയമായിട്ട് വിഭ്രംശിക്കും അല്ലെങ്കിൽ ഡിഫ്ലക്ട് ചെയ്യും. അതിനാൽ ഇതാണ് തെക്ക്, ഇതാണ് വടക്ക്, ഇതാണ് തെക്ക്. അപ്പോ നമ്മുടെ കോയില് തെക്ക് വടക്കായിട്ട് പിടിക്കുക. ഇങ്ങനെ തെക്ക് വടക്കായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലം നമ്മുടെ ഫ്ലെമിങ്ങിന്റെ വലത് കൈ നിയമം ഉപയോഗിച്ച് തന്നെ കാണാൻ പറ്റും. കറണ്ട് ഫ്ലോ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. കറണ്ട് ഫ്ലോ വടക്ക് നിന്നും തെക്കോട്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും? അങ്ങടായിരിക്കും. അപ്പോ കാന്തസൂചി മാഗ്നറ്റിക് നീഡിൽ ഇങ്ങനെ ഇരിക്കുന്നു, കോയിൽ ഉണ്ടാക്കുന്ന കാന്തിക മണ്ഡലം ഇങ്ങനെ ഇരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ കാന്തിക മണ്ഡലം, അതായത് കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ കാന്തസൂചിയെ സ്വാധീനിക്കും. അതിനാൽ അത് വിഭ്രംശിക്കും അല്ലെങ്കിൽ ഡിഫ്ലക്ട് ചെയ്യും, തിരിച്ചറിയും. നേരെ മറിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? രണ്ടും ഒരേ ദിശയിൽ ആയിരിക്കും. അതിനാൽ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന്റെ അതേ ദിശയിൽ തന്നെയായിരിക്കും ഇതും ഉണ്ടാകുന്നത്. അതിനാൽ ഈ കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം നമുക്ക് ഇവിടെ അളക്കാൻ എളുപ്പമല്ല. അതാണ്. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ എന്ത് വേണം? ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കോയിൽ, 2 പോയിന്റ് ഉണ്ടായിരിക്കണം. ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കോയിൽ എഫക്ട് ദ നീഡിൽ. കോയിൽ ഉണ്ടാക്കുന്ന കാന്തിക മണ്ഡലം കാന്തസൂചിയെ സ്വാധീനിക്കും. അങ്ങനെ സ്വാധീനിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ വെക്കണം? തെക്ക് വടക്കായിട്ട് വെക്കണം. പിന്നെ അത് മാത്രമല്ല, ആൻഡ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ഡസ് നോട്ട് എഫക്ട് ദ നീഡിൽ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എർത്തിന്റെ കാന്തിക മണ്ഡലം നീഡിലിന്റെ കാന്തിക മണ്ഡലത്തിനെ ബാധിക്കില്ല. ഇനി അടുത്തത്, ഇൻ ദ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എ DC മോട്ടോർ സെമി സർക്കുലർ റിംഗ്സ് ആർ യൂസ്ഡ്. വാട്ട് ഈസ് ദ നീഡ് ഫോർ ദിസ്? ഇത് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിനെ കുറിച്ച് കൃത്യമായിട്ട്
ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് പേജ് 41. ആ ഉത്തരം ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, അത് എഴുതി വെച്ചാൽ മതി. ഇംഗ്ലീഷ് മീഡിയംകാരും മലയാളം മീഡിയംകാരും പ്രത്യേകം ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എ കറന്റ് ക്യാരിയിങ് സോളിനോയിഡ് ഈസ് സ്ട്രെച്ച് ടു ഇൻക്രീസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽസ്. വാട്ട് ചേഞ്ച് വിൽ ഒക്വർ ഇൻ ഇറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്ക്രൈബ്? അതാണ് ചോദ്യം. അപ്പോ ഒരു കമ്പിച്ചുരുള്, ഇതിപ്പോ നല്ലോണം ചുറ്റിയേക്കണ കമ്പിച്ചുരുളാണ്, ഇത് വലിച്ചു നീട്ടുക. അപ്പൊ ആദ്യം നല്ലോണം അടുപ്പിച്ച് ചുറ്റിയത് നമ്മൾ വലിച്ചു നീട്ടിയാൽ എന്ത് സംഭവിക്കും? അകലും. ഒരു നിശ്ചിത ദൂരത്തിലുള്ള, ഇതിപ്പോ 2 സെന്റിമീറ്റർ ആണ്, 2 സെന്റിമീറ്ററിൽ 20 ചുറ്റുണ്ടെങ്കിൽ ഈ 20 ചുറ്റ് 5-10 സെന്റിമീറ്ററിലേക്ക് മാറും. അതിനാൽ എന്ത് സംഭവിക്കും? ഫ്ലക്സ് സാന്ദ്രത, മാഗ്നറ്റിക് ഫീൽഡ് ഇത്രയും ഭാഗത്ത് വ്യാപിക്കുന്നത് ഇത്രയും ഭാഗത്തേക്ക് വ്യാപിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഫ്ലക്സ് സാന്ദ്രത അല്ലെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി കുറയും. അപ്പൊ എന്താ ഉത്തരം? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഡിക്രീസസ്. യൂണിറ്റ് നീളത്തിൽ ഉള്ള ചുറ്റുകളുടെ എണ്ണം കുറയുന്നു. ഹെൻസ്, അതിനാൽ ഇന്റൻസിറ്റി ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ ഡിക്രീസസ്. കാന്തിക മണ്ഡലത്തിന്റെ തീവ്രതയും സാന്ദ്രതയും കുറയുന്നു. കാന്തിക മണ്ഡലത്തിന്റെ സാന്ദ്രതയും കുറയുന്നു. ഇനി 10ാമത്തെ ചോദ്യം ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സ്റ്റേറ്റ് ദ മോട്ടോ റൂൾ ഇഫ് ദ ഡയറക്ഷൻസ് ഓഫ് ദ കറന്റ് ഇൻ ദ കണ്ടക്ടർ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആർ ദ സെയിം, ഇൻ വിച്ച് വേ വിൽ ദ കണ്ടക്ടർ മൂവ് എന്നാണ്. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ഇൻ ദ കണ്ടക്ടർ, ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ഇൻ ദ കണ്ടക്ടർ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ചാലകത്തിലെ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയും കാന്തിക മണ്ഡലത്തിന്റെ ദിശയും ഒന്നായാൽ. അപ്പൊ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്, ചാലകത്തിന്റെ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയും കാന്തിക മണ്ഡലത്തിന്റെ ദിശയും ഒന്നായാൽ കണ്ടക്ടർ എങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഇത് രണ്ടും എപ്പോഴും എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ, ലംബമായിരിക്കണം. ലംബമായാൽ മാത്രമേ ഫോഴ്സ് അനുഭവപ്പെടുള്ളൂ. അതിനാൽ ഈ കേസിൽ ഫോഴ്സ് അനുഭവപ്പെടില്ല. ദ കണ്ടക്ടർ വിൽ നോട്ട് മൂവ്, ചലിക്കില്ല. അതാണ്, ഇത്രയുമാണ്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ലെറ്റസ് എസ് തീർന്നു. ഇത് എല്ലാവരും ചെയ്ത് പഠിക്കണം, പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ.